ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എക്സാം അടുത്ത് വരുമ്പോ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടുക, വായിച്ചതൊക്കെ മറന്നു പോകുമോ എന്ന് പേടി തോന്നുക, അല്ലെങ്കിൽ പുസ്തകം തുറക്കുമ്പോൾ തന്നെ ആകെ ഒരു പാനിക് ഫീലിംഗ് വരിക, ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഹോണസ്റ്റ്ലി 99% വിദ്യാർത്ഥികളും അനുഭവിക്കുന്ന ഒന്നാണ് ഈ എക്സാം ആങ്സൈറ്റി. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ മാസങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ പോലും ഈ ഒരു പേടി കാരണം എക്സാം ഹാളിൽ എഴുതാൻ പറ്റാതെ പോകും. സോ ഇന്നത്തെ വീഡിയോയില് വെറുതെ ധൈര്യമായിരിക്കുക എന്ന് പറയുന്ന ഉപദേശമൊന്നുമല്ല, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമുള്ള 7 പ്രൂവൺ ടിപ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഫോളോ ചെയ്താൽ നിങ്ങളുടെ എക്സാം ഫിയർ മാറി കോൺഫിഡൻസ് നെക്സ്റ്റ് ലെവൽ ആവും. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ടിപ്പ് നമ്പർ 1, ആക്റ്റീവ് റീകാൾ ഓവർ പാസീവ് റീറീഡിംഗ്. നമ്മളുടെ ഭൂരിഭാഗം പേരും ചെയ്യുന്ന ഒരു തെറ്റാണ് ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന്. പക്ഷേ സയന്റിഫിക്കലി ഒരു കാര്യം പറയാം, ഇതൊരു ഇല്യൂഷൻ ഓഫ് കോമ്പിറ്റൻസ് ആണ്. അതായത് അറിയാമെന്ന് നമുക്ക് തോന്നുമെങ്കിലും എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇതിന് പകരം എന്താ ചെയ്യണ്ടേ? ഒരു ടോപ്പിക്ക് വായിച്ചു കഴിഞ്ഞാൽ പുസ്തകം അടച്ചു വെച്ച് നിങ്ങൾ സ്വന്തം വാക്കുകളിൽ അത് സ്വയം ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതി നോക്കാം. ഓക്കെ, യുവർ ബ്രെയിൻ നീഡ്സ് ടു വർക്ക് ടു റിട്രീവ് ഇൻഫർമേഷൻ. എപ്പോഴാണോ നിങ്ങളുടെ ബ്രെയിൻ വിവരങ്ങൾ തിരികെ എടുക്കാൻ സ്ട്രെയിൻ ചെയ്യുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ ബ്രെയിൻ അത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇത് പഠിച്ച കാര്യങ്ങളിൽ 100% കോൺഫിഡൻസ് കൂടെ തരും. ടിപ്പ് നമ്പർ 2, ദി 24-hour റിവ്യൂ സ്ട്രാറ്റജി. നമ്മൾ ഇന്ന് ഒരു പുതിയ ടോപ്പിക്ക് പഠിച്ചാൽ കൃത്യം 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ 70% നമ്മൾ മറന്നു പോവും എന്നാണ് എബിംഗോസ് ഫോർഗറ്റിംഗ് കർവ് പറയുന്നത്. സോ പേടി മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് മറവി ഇല്ലാതാക്കുക എന്നതാണ്. അപ്പൊ അതെങ്ങനെയാ സാധിക്കുക? ഇന്ന് പഠിച്ച കാര്യം നാളെ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വെറും 10 മിനിറ്റ് കൊണ്ട് ഒന്ന് ക്വിക്ക് റിവ്യൂ ചെയ്യുക. അതിനുശേഷം 3-ാം ദിവസവും പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷവും നിങ്ങൾ റിവൈസ് ചെയ്യണം. ഈ രീതിയാണ് നമ്മൾ സ്പേസ്ഡ് റെപ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ റിവൈസ് ചെയ്യുമ്പം ലാസ്റ്റ് മിനിറ്റിൽ ആകെ തലയിൽ കുത്തി നിറക്കേണ്ടി വരില്ല. ഓക്കെ, ആത്മവിശ്വാസത്തോടെ എക്സാം ഹാളിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സഹായിക്കും. ടിപ്പ് നമ്പർ 3, സിമുലേറ്റ് റിയൽ എക്സാം കണ്ടീഷൻസ്. നമുക്ക് പലപ്പോഴും പേടി വരുന്നത് എക്സാം ഹാളിലെ ആ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ കാരണമാണ്. അവിടെ മൊത്തം സൈലന്റ് ആണല്ലോ, അപ്പൊ നമുക്ക് സ്ട്രെസ് കൂടുന്നു. അപ്പോൾ ഇത് മറികടക്കാൻ വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾ എക്സാം ഹാൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഫോണും മറ്റു ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ച് ഒരു മുറിയിൽ തനിച്ചിരിക്കുക. എക്സാം ടൈം എത്രയാണോ, ഉദാഹരണത്തിന് 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ആയിരിക്കുമല്ലോ, അത്രയും സമയം ഒരു അലാറം വെച്ച് കൃത്യമായിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുക. ഇങ്ങനെ 3 അല്ലെങ്കിൽ 4 തവണ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു സാഹചര്യവുമായിട്ട് അഡാപ്റ്റ് ആവും. എക്സാം ഹാൾ എത്തുമ്പോൾ അതൊരു പുതിയ അനുഭവമായിട്ട് തോന്നില്ല, മറിച്ച് വീട്ടിൽ വെച്ച് ചെയ്ത മറ്റൊരു പ്രാക്ടീസ് ടെസ്റ്റ് പോലെ മാത്രമേ തോന്നൂ. ടിപ്പ് നമ്പർ 4, ബ്രെയിൻ ഡംപ് ടെക്നിക്. എക്സാം ഹാൾ എത്തുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ വന്ന് നമ്മളെ ഭരിക്കാറുണ്ട്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ, ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ടഫ് ആണെങ്കിലോ, ഞാൻ ഫെയിൽ ആവുമോ, ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ് ആണ് നിങ്ങളെ പാനിക് ആക്കുന്നത്. ഇതിനൊരു സിമ്പിൾ സൈക്കോളജിക്കൽ ട്രിക്ക് ഉണ്ട്. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങളൊരു റഫ് പേപ്പർ എടുക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പേടികളും സംശയങ്ങളും അതേപടി ആ പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുക. ഇതിനെ നമ്മൾ ബ്രെയിൻ ഡംപ് എന്നാണ് വിളിക്കുന്നത്. ലൈക്ക്, എനിക്ക് ആകെ പേടിയാവുന്നു, 3rd ചാപ്റ്റർ ഞാൻ മറന്നുപോയി, അങ്ങനെ എന്താണോ നിങ്ങളുടെ മൈൻഡിലുള്ളത് അത് നിങ്ങൾക്ക് എഴുതാം. സയന്റിഫിക്കലി നമ്മൾ പേടികൾ എഴുതി വെക്കുമ്പോൾ ബ്രെയിനിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന അമിഗ്ഡാല ശാന്തമാവുകയും വർക്കിംഗ് മെമ്മറി ഫ്രീ ആവുകയും ചെയ്യും. പേപ്പറിലേക്ക് എഴുതി കഴിഞ്ഞാൽ ആ പേപ്പർ മടക്കി വെക്കാം. അപ്പൊ നിങ്ങളുടെ മൈൻഡ് തന്നെ ക്ലിയർ ആവും. ടിപ്പ് നമ്പർ 5, ഫിക്സ് യുവർ ഫിസിയോളജി. നമുക്ക് പേടി തോന്നുമ്പോൾ ശരീരത്തിലെ കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നീ സ്ട്രെസ് ഹോർമോൺസ് കൂടുതൽ റിലീസ് ആവും. ഇത് കാരണം നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നും, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിനോട് പേടിക്കണ്ട എന്ന് പറഞ്ഞാലും മനസ്സ് കേൾക്കില്ല. പകരം നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം വഴി നമുക്ക് ശരീരത്തെ ശാന്തമാക്കാം. ഇതിനായിട്ട് 4-7-8 ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കാം. അതായത് 4 സെക്കൻഡ് നിങ്ങൾ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 7 സെക്കൻഡ് ആ ഒരു ശ്വാസം ഉള്ളിൽ പിടിച്ചു വെക്കുക, 8 സെക്കൻഡ് കൊണ്ട് വായയിലൂടെ സാവധാനം ശ്വാസം പുറത്തുവിടുക. ഇത് വെറും 3-4 തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുകയും നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് സാധാരണ നിലയിലാവുകയും ചെയ്യും. എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് തൊട്ട് മുമ്പ് അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കൂ, മറക്കണ്ട. 4-7-8 ബ്രീത്തിങ് ടെക്നിക്. ടിപ്പ് നമ്പർ 6, സ്റ്റോപ്പ് ദ പോസ്റ്റ് എക്സാം ഡിസ്കഷൻ. ഇത് നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം, പക്ഷെ അടുത്ത എക്സാമിന്റെ കോൺഫിഡൻസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണിത്. ഒരു എക്സാം കഴിഞ്ഞ ഉടൻ കൂട്ടുകാരായിട്ട് ഇരുന്ന് ഉത്തരങ്ങൾ ഒത്തുനോക്കുന്ന ശീലം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ ഏതെങ്കിലും ഒരു ഉത്തരം തെറ്റാന്ന് അറിഞ്ഞാൽ അത് അടുത്ത ദിവസത്തെ എക്സാമിനുള്ള നിങ്ങളുടെ മുഴുവൻ കോൺഫിഡൻസും നശിപ്പിക്കും. സോ കഴിഞ്ഞ എക്സാം കഴിഞ്ഞു, യു കനോട്ട് ചേഞ്ച് ഇറ്റ് എനിമോർ. സോ എക്സാം ഹാളിൽ വിട്ടിറങ്ങിയാൽ നേരെ നിങ്ങൾ വീട്ടിലേക്ക് പോവുക, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി വെക്കുക, അടുത്ത എക്സാം എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാ എക്സാമുകളും കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുക.
ടിപ്പ് നമ്പർ 7, പവർ ഓഫ് സ്ലീപ്പ് ആൻഡ് പ്രോപ്പർ ന്യൂട്രീഷൻ. പല കുട്ടികളും ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ് എക്സാമിന്റെ തലേന്ന് രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് പഠിക്കുന്നത്. നമ്മൾ ദിവസം മുഴുവൻ പഠിക്കുന്ന കാര്യങ്ങളെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. ഉറക്കം ശരിയായില്ലെങ്കിൽ പഠിച്ചതൊന്നും പരീക്ഷാ ഹാളിൽ ഓർമ്മ വരില്ല, ബ്രെയിൻ ഫോഗ് ഉണ്ടാവും. അതുകൊണ്ട് എക്സാമിന്റെ തലേന്ന് കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് ഉറങ്ങണം. ഒപ്പം ധാരാളം വെള്ളം കുടിക്കുക. എക്സാം സമയത്ത് വല്ലാതെ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കുക. നിങ്ങളുടെ ബ്രെയിൻ ഒരു ഫെറാറി കാർ പോലെയാണ്. അതിന് നല്ല ഫ്യൂവൽ നൽകിയാലേ അത് സ്പീഡിൽ വർക്ക് ചെയ്യും. സോ ഗൈസ്, ഈ 7 കാര്യങ്ങളാണ് നിങ്ങളുടെ എക്സാം പേടി മാറ്റി കോൺഫിഡൻസ് 100% ആക്കാൻ സഹായിക്കുന്നത്. ഓർക്കുക, എക്സാം എന്നത് നിങ്ങളുടെ കഴിവ് അളക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല. സോ ഗിവ് യുവർ ബെസ്റ്റ്, ലീവ് ദ റെസ്റ്റ്. ഈ ടിപ്പുകളിലെ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയി തോന്നിയതെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനെ ഒരു വീഡിയോ ഫ്രണ്ട്ലി ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.